ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 5 സ്കൈ നിയർ അറ്റ് ഹാൻഡ്. ഓക്കെ, അപ്പോൾ 5ാമത്തെ യൂണിറ്റാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് മുന്നുള്ള എല്ലാ യൂണിറ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 5ാമത്തെ യൂണിറ്റിൽ എന്തൊക്കെ പറയണം നോക്കി നോക്കാം. ദി സ്കൈ ഈസ് ഫുൾ ഓഫ് സ്റ്റോറീസ്. അപ്പോൾ ഒരു മുത്തശ്ശൻ കൊച്ചുമോൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സ്റ്റോറീസ്. എന്താണ്? ആകാശം നിറയെ കഥകളാണ്. ആകാശത്തിന് എന്താണ്? ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വൈ ഡിഡ് ഗ്രാൻഡ് പാ സേ സോ? അപ്പോൾ എന്ത് കണ്ടാണ് ഗ്രാൻഡ് പാ അങ്ങനെ പറഞ്ഞത്? ആകാശത്ത് എന്താ ഒരുപാട് സ്റ്റാർസും സണ്ണും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവയ്ക്ക് എന്തുണ്ട്? ഒരുപാട് കഥകളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈസ് ഇറ്റ് കറക്റ്റ് ടു സേ സോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എഴുതാം. ഓക്കെ, ബിയോണ്ട് സ്റ്റോറീസ്. സിൻസ് ആൻഷ്യൻ ടൈംസ് ദ സ്കൈ ഹാസ് ബീൻ a wonder for humans. People often made up and propagated numerous of story about. അപ്പോൾ എന്താണ്? അപ്പോൾ ആൻഷ്യൻ ടൈംസ് മുതൽ, അതായത് പണ്ട് മുതലേ, പ്രാചീന കാലം മുതലേ എന്താണ്? ആകാശം ഓരോരോ ആകാശം എന്ന് പറയുന്നത് മനുഷ്യർക്ക് എന്തായിരുന്നു? അത്ഭുതമായിരുന്നു. ആകാശത്തെ പറ്റിയിട്ട് എന്താ ആളുകൾ ധാരാളം കഥ ഉണ്ടാക്കുകയും അതെങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. It is human nature to cook up stories about the things they don't know and can't explain. അപ്പം മനുഷ്യർക്ക് എന്താണ് ഒരു സ്വഭാവം ഉണ്ട്, അവർക്ക് അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ കഥ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴും ഉണ്ട്. അതാണ് പറയുന്നത്. പിക്ചർ 5.2 നോക്കുക. If each star of a star cluster is connected to one another, figure of girl can be seen. അപ്പോൾ എന്താണ്? ഒരു സ്റ്റാർ ഇങ്ങനെ മറ്റേ സ്റ്റാറുമ്പോൾ കണക്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്താണ്? പരസ്പരം ബന്ധിപ്പിച്ചാൽ നമുക്ക് എന്താണ്? ഒരു പെൺകുട്ടിയുടെ രൂപം നമുക്ക് കിട്ടും. The story popular among the Greeks was that she was a princess and she was tamed. The princess' name was Andromeda. The name Andromeda is still used to identify this cluster of stars. അപ്പോൾ എന്താണ്? അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ ബന്ധിപ്പിച്ച് പോയാൽ നമുക്കൊരു പെൺകുട്ടിയുടെ രൂപം കിട്ടും. അപ്പോൾ ഇതൊരു രാജകുമാരിയാണെന്ന് ഒരു പൊതുവേ ഒരു സംസാരമുണ്ട്. ഇത് രാജകുമാരിയാണെന്നും അവരെ എന്താണ് ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നുള്ള ഒരു കഥ എവിടെയുണ്ട്? ഗ്രീക്കുകാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ പെൺകുട്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ്രോമീഡ എന്ന് പറയുന്ന ഒരു രാജകുമാരി. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സങ്കല്പമാണ്. ഇതൊരു രാജകുമാരി ആയിരുന്നു, അവനെങ്ങനെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആ രാജകുമാരിയുടെ പേരെന്താണ്? ആൻഡ്രോമേഡ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറിനെ എന്താ പറഞ്ഞിരുന്നത്? ആൻഡ്രോമേഡ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തത്? സ്റ്റോറി ഓഫ് ആൻഡ്രോമേഡ. അപ്പോൾ ആ രാജകുമാരിയുടെ കഥയാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ്രോമേഡ വാസ് ദ ഡോട്ടർ ഓഫ് സേഫസ്, ദ കിങ് ഓഫ് എത്തോപ്പിയ, ആൻഡ് ഹിസ് ക്വീൻ കാസിയോപ്പിയ. അപ്പോൾ എന്താണ്? സീഫസിൻ്റെയും കാസിയോപ്പിയൻ്റെയും ഡോട്ടറാണ്, മകളാണ് ആര്? ഈ ആൻഡ്രോമേഡ എന്ന് പറയുന്നത്. കാസിയോപ്പിയ വാസ് സോ പ്രൗഡ് ദാറ്റ് ഹെർ ഡോട്ടർ ആൻഡ്രോമേഡ വാസ് ഈവൻ മോർ ബ്യൂട്ടിഫുൾ ദാൻ ദ ഗോഡസ്. അപ്പോൾ എന്താണ്? ഈ കാസിയോപ്പിയ എന്ന് പറഞ്ഞാൽ നല്ല പ്രൗഡായിരുന്നു. എന്താണ് കാരണം? ഈ ആൻഡ്രോമേഡ എന്ന് പറഞ്ഞാൽ ദേവതയേക്കാൾ എന്താണ് സുന്ദരിയാണെന്ന് അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഒരു പ്രൗഡ്, അങ്ങനെ അഹങ്കരിച്ചിരുന്നു ആര്? കാസിയോപ്പിയ. ഓക്കെ, ദിസ് angered Poseidon, the god of the sea. He sent Cetus and monster to attack Ethiopia and thus to put an end to Cassiopeia's arrogance.
അപ്പോൾ തൻ്റെ മകൾ ഇങ്ങനെ നല്ല സുന്ദരിയായ കാരണം കാസിയോപ്പിയക്ക് നല്ല അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് പോസിഡോൺ ദേവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എത്തോപ്യനെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അങ്ങോട്ട് അയച്ചു. ഓക്കെ, ആരെയാണ് അയച്ചത്? സീഫസ്. ഓക്കെ, King Cephas was ready to sacrifice his daughter Andromeda to save the kingdom. She was chained to a rock by the sea. Perseus, a heroic figure, then arrived and killed the monster. He rescued Andromeda and married her. അപ്പോൾ എന്താണ് പിന്നെ ഉണ്ടായത്? രാജ്യത്തെ രക്ഷിക്കാനായി രാജാവ് പറഞ്ഞു, മകളായ ആൻഡ്രോമയെ ബലി നൽകാനായിട്ട് തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമീഡയെ കെട്ടിയിട്ടു. അപ്പോൾ ഇതിനായി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പാറയിൽ ആൻഡ്രോമീഡയെ കെട്ടിയിട്ട് പിന്നീട് അടുത്തൊരു കഥാപാത്രമാണ് പെർസ്യൂസ് എന്ന ഒരാൾ സീറ്റസിനെ വധിച്ച് എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ്രോമീഡയെ രക്ഷിച്ച് ആൻഡ്രോമീഡയെ വിവാഹം കഴിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ആൻഡ്രോമീഡയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ആൻഡ്രോമീഡയാണ് ഇങ്ങനെ സ്റ്റാർസിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് എന്നാണ് ഗ്രീക്കുകാരൊക്കെ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, സ്റ്റോറീസ് സിമിലർ ടു ആൻഡ്രോമേഡാസ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യ, ചൈനീസ് ആൻഡ് അറബ് കൾച്ചേഴ്സ്. അപ്പോൾ ഇത് ഗ്രീക്കുകാർക്ക് മാത്രമല്ല, ഇങ്ങനത്തെ സ്റ്റോറീസ് ആർക്കും ഉണ്ട്, ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും അതുപോലെ അറബുകാർക്കും എല്ലാവർക്കും ഉണ്ട്. ബട്ട് ദർ വർ പീപ്പിൾ ഹു സെർച്ച്ഡ് ഫോർ ദ റിയാലിറ്റി ബിയോണ്ട് ദീസ് സ്റ്റോറീസ്. ദേ ആർ ദ ആസ്ട്രോണമേഴ്സ്. അപ്പോൾ എന്താണ് അപ്പോൾ ഈ കഥകൾക്കപ്പുറം സത്യം എന്താണെന്ന് അന്വേഷിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സത്യം, കഥയാണോ ഇതാണോ സത്യം എന്ന് അന്വേഷിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പറയുന്ന പേരാണ് ആസ്ട്രോണമേഴ്സ്. ഓക്കെ, ഗലീലിയോ, കോപ്പർനിക്കസ് ആൻഡ് ന്യൂട്ടൺ ആർ ജസ്റ്റ് സം ഓഫ് ദം. അപ്പോൾ അവരിൽ ചിലരാണ് ആരൊക്കെ? ഗലീലിയോ, കോപ്പർനിക്കസ്, ന്യൂട്ടൺ ഒക്കെ. ഇൻ ഇന്ത്യ ടു ദർ വർ ആസ്ട്രോണമേഴ്സ് ലൈക്ക് ആര്യഭട്ട ആൻഡ് ഭാസ്കരാചാര്യ. അപ്പോൾ എന്താണ്, ഇന്ത്യയിലും ഉണ്ട് അതുപോലത്തെ ആസ്ട്രോണമേഴ്സ്. അപ്പോൾ ആരൊക്കെയാണ്? ആര്യഭട്ടിയും അതുപോലെ തന്നെ ഭാസ്കരാചാര്യയും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? സ്കൈ വാച്ചിങ്, ആകാശ നിരീക്ഷണം. നോക്കി നോക്കാം. ക്യാൻ യു ഇമാജിൻ എനി ഷേപ്പ് ഓഫ് ദ ഡോട്ട്സ് ഗിവൺ ഇൻ ദ പിക്ചർ? അപ്പോൾ താഴെ കുറച്ച് ഡോട്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡോട്ട്സിന് എന്തെങ്കിലും ഫിഗർ കൂട്ടുകാർക്ക് ഇമാജിനിൽ വരുന്നുണ്ടോ? കണക്ട് ദ ഡോട്ട്സ് ആൻഡ് ഡ്രോ ദ ഷേപ്പ് യു സി. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഡോട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ഷേപ്പാണെന്ന് നോക്കി നോക്കുക. ഡിഡ് എവ്രി വൺ ഗെറ്റ് ദ സെയിം ഷേപ്പ്? അപ്പോൾ എല്ലാവർക്കും ഒരേ ഷേപ്പ് തന്നെയാണോ കിട്ടിയിട്ടുള്ളത്? ആണോ? അല്ല, ഓരോരുത്തരുടെ സങ്കല്പം അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സാണ് കിട്ടുക. Like this, we can imagine different shape connecting the nearby stars which are seen in the sky. അപ്പോൾ ഇതുപോലെ എന്താണ് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും യോജിപ്പിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഷേപ്പ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. Many stories about the stars evolved in this manner. അങ്ങനെയാണ് പല കഥകളും ഇതിൻ്റെ പിന്നിൽ വരുന്നത്. Okay, the ancient people imagined certain shapes connecting the neighboring stars. They gave the names of mythological characters existed in the respective region to identify the stars. They observed and understood the relationship between the position of stars and the climate. അപ്പോൾ ഇങ്ങനെ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ആകാശം നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റാർസ് ഒക്കെ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അവയെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ഓരോരോ ഷേപ്പും ഓരോരോ ക്യാരക്ടറും ഒക്കെ വിചാരിക്കും. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഉള്ള ആൻഷ്യൻ ക്യാരക്ടേഴ്സിൻ്റെ പേര് തന്നെ കൊടുത്തിട്ട് അങ്ങനെ ഇടും. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് പിന്നെയും വരുമ്പോൾ ഇവയെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, the farmers identify the relation of drought, rain and the recurring overflow of rivers with the position of stars. അപ്പോൾ എന്താണ് ഈ ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് എന്താണ് ഈ ഡ്രോട്ടും, അതായത് വരൾച്ചയും അതുപോലെ തന്നെ മഴ, നദികളിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം. അപ്പോൾ ഇതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ സ്ഥാനം അനുസരിച്ചിട്ട് ഈ കർഷകർക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. They used this information
പൊസിഷൻ ഫോർ ഫാമിങ്. അപ്പോൾ എന്താണ് ഇത് എന്നിട്ട് ഇവർക്ക് എന്താണ് ഫാമിങ്ങിന് ഉപകാരപ്രദമാകും. എപ്പോഴാണ് വരൾച്ച ഉണ്ടാവുക, എപ്പോഴാണ് മഴ പെയ്യുക, അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി ഇവർക്ക് അറിയുമ്പോൾ എന്താണ് അതൊക്കെ ഫാമിങ്ങിന് ഉപയോഗപ്പെടും. Okay, moreover, the position of the stars helped the travelers to identify the direction. മാത്രമല്ല ഈ ട്രാവലേഴ്സിന്, അതായത് സഞ്ചാരികൾക്കൊക്കെ എന്താണ് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. ഓക്കെ, ഇനി എന്താണ് വാട്ട് ഈസ് സ്കൈ, എന്താണ് ആകാശം? വാട്ട് ഡസ് ദ സ്കൈ ബിഗിൻസ്, അപ്പോൾ എവിടെയാണ് ഈ ആകാശം തുടങ്ങുന്നത്? നമുക്ക് നോക്കി നോക്കാം. വാട്ട് ഓൾ ഡു വി സീ ഇൻ ദ സ്കൈ വെൻ വി ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ദ എർത്ത്. അപ്പോൾ എന്താണ് നമ്മൾ എർത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എന്തൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുക നോക്കാം. അപ്പോൾ താഴെ എന്താ ഒരു എയറോപ്ലെയിനും ഒരു പക്ഷിയുണ്ട്. അപ്പോൾ പക്ഷി എന്താ പറയുന്നത്? വി ആർ ട്രാവലിംഗ് ത്രൂ ദ സ്കൈ ബട്ട് വിത്തിൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്. എന്താണ് ഞങ്ങൾ ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്താണ്. ആകാശത്തിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്, എന്നാലും എവിടെയാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിനടുത്താണ്, അകത്താണ്. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ. ഓക്കെ, it is in the earth atmosphere all the trees exist, the birds and the aircraft fly and the cloud float. അപ്പോൾ ഇവയൊക്കെ ഈ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിലാണ് എന്ത് മരങ്ങൾ വളർന്നു നിൽക്കുന്നതും, അതുപോലെ പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകുന്നതും ഒക്കെ എവിടെയാണ്? എർത്ത് അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിലാണ്. ദ മൂൺ, ദ സൺ ആൻഡ് ദ സ്റ്റാർസ് ആർ ഇൻ ദ സ്പേസ്. അപ്പോൾ എവിടെയാണ്? ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്? അതൊക്കെ ഉള്ളത് ബഹിരാകാശത്താണ്, അതായത് സ്പേസിലാണ്. ദ സ്പേസ് ഈസ് ദ ഹാർഡ് വാക്വം വിത്തൗട്ട് എയർ ഔട്ട്സൈഡ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. അപ്പോൾ എന്താണ് സ്പേസ് എന്ന് പറയുന്നത്? എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള എന്തില്ലാത്ത എയർ ഇല്ലാത്ത സ്ഥലമാണ് ബഹിരാകാശം. അപ്പോൾ ഇവിടെയാണ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് പുറത്തായിട്ട് എയർ ഒന്നുമില്ലാത്ത വാക്വമായിട്ടുള്ള സ്ഥലമാണ് സ്പേസ് എന്ന് പറയുന്നത്, ബഹിരാകാശം എന്ന് പറയുന്നത്. വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത് വി ഫീൽ ദാറ്റ് ഓൾ ദ സെലസ്റ്റിയൽ ബോഡീസ് ആർ ഓൺ ദ സെയിം പ്ലെയിൻ. ഈസ് ഇറ്റ് റിയലി ലൈക്ക് ദാറ്റ്? ഡിസ്കസ്. അപ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് എല്ലാ ആകാശഗോളങ്ങളും എല്ലാ സെലസ്റ്റിയൽ ബോഡീസും എന്താണ് ഒരേ സ്ഥാനത്താണ്. പക്ഷേ ശരിക്കും അങ്ങനെയാണ് അല്ലാതെ കുറേ എണ്ണം എവിടെയാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിലാണ്. കുറേ ഇപ്പോൾ സണ്ണും അങ്ങനത്തെ ഐറ്റംസൊക്കെ എവിടെയാണ്? നമ്മുടെ സ്പേസിലുമാണ്. ഇനി ഈ പിക്ചർ നോക്കുക. ആദ്യത്തേത് എന്താ? ആൽഫ സെൻറ്ററി എ ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 16 ലാക്ക് എർത്ത്. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമാണ് ഇതിനുള്ളത്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഇനി അടുത്തത് ആരാ? സൂര്യനാണ്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമുണ്ട്. ഭൂമിയിൽ നിന്നും 15 കിലോമീറ്റർ എന്താ അകലെയാണ്. ഇനി ഭൂമി എന്ന് പറഞ്ഞാൽ 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമുണ്ട്. ഇനി ചന്ദ്രനാണെങ്കിലോ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഓക്കെ, സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ആർ നോൺ ആസ് കോൺസ്റ്റലേഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്, അതുപോലെ തന്നെ ഒരു സ്റ്റാർ ക്ലസ്റ്റേഴ്സിന് നമ്മൾ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിന് നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റലേഷൻ. അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എന്താ? ദ ഹോണ്ടർ, ഒഴിയോൺ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ വേട്ടക്കാരൻ എന്നൊക്കെ പറയും. നോക്കി നോക്കാം. ദിസ് ഈസ് എ കോൺസ്റ്റലേഷൻ വിസിബിൾ ഇൻ ദ ഈസ്റ്റേൺ ഹൊറിസോൺ അറ്റ് ഡസ്ക് ഇൻ ഡിസംബർ. അപ്പോൾ എന്താണ്? ഡിസംബർ മാസത്തിൽ എവിടെയാണ്? ഈസ്റ്റേൺ ഹൊറിസോണിൽ, അതായത് കിഴക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്ന സ്റ്റാറാണ് വേട്ടക്കാരൻ. നക്ഷത്ര ഗണമാണിത്. ഓക്കെ, വെൻ ദ സ്റ്റാർസ് are connected we can imagine the shape of haunter and hence given the name haunter. അപ്പോൾ എന്താണ്? നമുക്ക് ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ വേട്ടക്കാരനെ ഓർമ്മ വരും. വേട്ടക്കാരൻ്റെ ഒരു ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഹോണ്ടർ എന്ന് പറയുന്നത്. The Greeks gave the name Orion to this constellation which is the name of haunter in their mythology.
അപ്പോൾ എന്താണ്, അവരുടെ ഐതിഹ്യപ്രകാരം വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരിലാണ്, വേട്ടക്കാരനായ ഓറിയോൺ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ കോൺസ്റ്റലേഷൻ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ, സബ്ടാർഷിസ്. ദിസ് ഈസ് ദ കോൺസ്റ്റലേഷൻ ഇൻ ദ നോർത്തേൺ ഹൊറിസോൺ ക്ലിയർലി വിസിബിൾ ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഏപ്രിൽ വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് ദ ടെലസ്കോപ്പ്. അപ്പോൾ ഇതെന്താണ്, ഇതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റലേഷനാണ്, നോർത്തേൺ ഹൊറിസോണിലാണ് കാണപ്പെടുക. അപ്പോൾ എപ്പോഴാണ് വിസിബിൾ ആവുക, ഏപ്രിൽ മാസങ്ങളിലാണ് വിസിബിൾ ആവുക. നമുക്കൊരു ടെലസ്കോപ്പ് ഒന്നുമില്ലാണ്ട് ഡയറക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ദ നെയിം സബ്ടാർഷിസ് വാസ് ഗിവൺ by Indians because 7 stars could be seen very clearly in this constellation. അപ്പോൾ എന്താണ് ഈ പേരിട്ടത്, ഇന്ത്യക്കാരാണ്, കാരണം 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാൻ നമുക്ക് ഇതിലൂടെ പറ്റും. ഇൻ യൂറോപ്യൻ കൺട്രീസ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ബിഗ് ഡീപ്പർ ആസ് ഇറ്റ് ഹാസ് ദ ഷേപ്പ് ഓഫ് ബിഗ് സ്പൂൺ. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ ഇതിനെ പറയുന്ന പേരാണ് ബിഗ് ഡീപ്പർ എന്നത്, കാരണം ഇതിനെന്താ ഒരു ബിഗ് സ്പൂണിൻ്റെ ഒരു ഷേപ്പാണുള്ളത്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ കോൺസ്റ്റലേഷൻ ഉർസ മേജർ. കളക്ട് ദ ഇൻഫോർമേഷൻ അബൌട്ട് മോർ കോൺസ്റ്റലേഷൻ ലൈക്ക് ദിസ് ആൻഡ് റോട്ട് ദം ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ എന്താണ്, ഇനിയും ഒരുപാട് കോൺസ്റ്റലേഷൻസ് ഉണ്ട്, അപ്പോൾ അവയെ ഏതാണെന്ന് നോക്കിയിട്ട് കൂട്ടുകാർ സയൻസ് ഡയറിയിൽ എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് എപ്പോൾ ഡിസ്കസ് ചെയ്യാം, നമുക്ക് നോട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. Look at the picture of the star watching camp organized in this school. സ്കൂളിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർ വാച്ചിങ് ക്യാമ്പാണ്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. You may also participate in a star watching camp and learn more about the sky. If the sky is cloudy or there is too much light around, star watching will be difficult. അപ്പോൾ എന്താണ്, സ്കൈ ഇങ്ങനെ മോർ ക്ലൗഡി ആണ്, അതുപോലെ തന്നെ നല്ല ലൈറ്റ് ആണെങ്കിൽ എന്താണ്, നമുക്ക് സ്റ്റാറിനെ ശരിക്കും കാണാനായിട്ട് സാധിക്കില്ല. വാട്ട് പ്രിപ്പറേഷൻസ് ഡു വി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ്. അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ്, എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മൾ നക്ഷത്ര നിരീക്ഷണത്തിന് തയ്യാറാവുമ്പോൾ നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഡു നോട്ട് ചൂസ് എ പ്ലേസ് ദാറ്റ് ഈസ് ടു ബ്രൈറ്റ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു ക്ലിയർ സ്കൈ അല്ലെങ്കിൽ ക്ലിയർ നൈറ്റ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ക്ലൗഡി ഡേ ഷുഡ് ബി അവോയ്ഡഡ്. ക്ലൗഡി ഡേ ഒക്കെ അവോയ്ഡ് ചെയ്യുക. ദർ ആർ സോഫ്റ്റ്വെയർസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ സ്കൈ വാച്ചിങ്. അപ്പോൾ ഇപ്പോൾ എന്താണ് സ്കൈ വാച്ചിങ്ങിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. ട്രൈ വാച്ചിങ് ദ സ്കൈ യൂസിങ് K-Star ആൻഡ് സ്റ്റെലേറിയം ഇൻസ്റ്റാൾഡ് ഓൺ യുവർ സ്കൂൾ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്കൂൾ കമ്പ്യൂട്ടേഴ്സിലുള്ള K-Starഉം അതുപോലെ സ്റ്റെലേറിയം ഒക്കെ വെച്ചിട്ട് എന്താണ് സ്കൈ ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, ഇനി എന്താ സ്പേസ് സ്റ്റേഷൻസ്, അതായത് ബഹിരാകാശ നിലയം. നോക്കി നോക്കാം. വി ഒബ്സർവ് ദ സ്റ്റാർസ് ഫ്രം ദ എർത്ത്. നമ്മൾ എന്താണ് എർത്തിൽ നിന്നാണ് സ്റ്റാർസ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. വെൻ ഇഫ് വി ഒബ്സർവ് ആൻഡ് കണ്ടക്ട് എക്സ്പീരിയൻസ് ഫ്രം ദ സ്പേസ് ഇറ്റ് സെൽഫ്. എ സ്പേസ് സ്റ്റേഷൻ ഈസ് എ ലബോറട്ടറി സെറ്റപ്പ് ഇൻ ദ സ്പേസ്. അപ്പോൾ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്പേസിലുള്ള ഒരു ലബോറട്ടറി സെറ്റപ്പാണ്. ഈ സ്റ്റാർസിനൊക്കെ വാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ലബോറട്ടറി സെറ്റപ്പിനെയാണ് നമ്മൾ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസ് സ്റ്റേഷൻ്റെ പിക്ചറാണ് പിക്ചർ 5.10, പിക്ചർ 5.11, പിക്ചർ 5.12 ഒക്കെ ഒന്ന് നോക്കി നോക്കുക. ഇനി എന്താ, വാട്ട് ആർ പ്രോബ്ലംസ് ക്യാൻ ബി ഫേസ്ഡ് ബൈ ദ പീപ്പിൾ ഹു റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെൻറ്റ്സ്. സ്പേസ് സ്റ്റേഷനിൽ എക്സ്പെരിമെൻറ്റ്സിനായിട്ട് എത്തുന്ന ആൾക്കാർ എന്തൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അവിടെ എന്താണ്, വായുവില്ല, നോ എയർ ആണ്, അതുപോലെ നോ വാട്ടർ ആണ്, നോ ഗ്രാവിറ്റി ആണ്, നോ വെയിറ്റ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. വാട്ട് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ആർ നീഡഡ് ഓവർകം സച്ച് പ്രോബ്ലംസ്. അപ്പോൾ ഇതിന് ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് വേണം നാട്ടിൽ നിന്ന് തന്നെ പോവാനായിട്ട്. ഓക്കെ, കളക്ട് മോർ ഇൻഫോർമേഷൻ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ എന്താണ് ഇതിനെ പറ്റിയിട്ട് മോർ ഇൻഫോർമേഷൻ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സയൻസ് ഡയറിയിൽ എഴുതണം. നമുക്ക് നോട്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
ഇനി എന്താ, എക്സ്പ്ലോറേഷൻസ് റിലേറ്റഡ് ടു ഔട്ടർ സ്പേസ് ആർ പ്രോഗ്രസിങ് അറ്റ് എ ഗ്രേറ്റർ പേസ് നൗ ഡേയ്സ്. അപ്പോൾ എന്താണ്, ബഹിരാകാശത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എന്താണ് ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നന്നായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ സ്കൈ വാച്ചിങ് ദാറ്റ് ഇൻസ്പയർഡ് ഓൾ ദീസ് എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ഇതിനൊക്കെ, ഈ അന്വേഷണങ്ങൾക്കൊക്കെ തുടക്കമിട്ടത് എന്ന് പറയുന്നത് എന്താണ്, ആകാശ നിരീക്ഷണമാണ്, സ്കൈ വാച്ചിങ് ആണ്. നമ്മൾ അടുത്തത് മൂണിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. മൂൺ, അതായത് ചന്ദ്രൻ. ദ മൂൺ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ ബ്രൈറ്റസ്റ്റ് ബോഡി ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്. അപ്പോൾ എന്താണ്, രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞതും അതുപോലെ വലുതായി കാണപ്പെടുന്നതും ആരാണ്, നമ്മുടെ മൂണാണ്, ചന്ദ്രനാണ്. ഇസ്ന്റ് ഇറ്റ്? അത് കറക്റ്റ് ആണോ? വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ കാരണം? നോക്കി നോക്കാം. എന്താണ്, ദ മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു ദ എർത്ത്. അപ്പോൾ എർത്തിനോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം എന്ന് പറയുന്നത് മൂണാണ്. ഈസ് ദ മൂൺ ബിഗ്ഗർ ദാൻ ദ സ്റ്റാർസ്? അപ്പോൾ സ്റ്റാർസിനേക്കാൾ വലുതാണോ മൂണ്? ക്യാൻ ദ മൂൺ ഷൈൻ ഓൺ ഇറ്റ്സ് ഓൺ? അപ്പോൾ അതെന്താണ്, അതിങ്ങനെ ഓണായിട്ട് അത് സ്വന്തമായിട്ട് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നോക്കി നോക്കാം. ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. അപ്പോൾ എർത്തിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ആര്, മൂണ്. Satellites are the celestial bodies which revolve around the planets. അപ്പോൾ ഇങ്ങനെ പ്ലാനറ്റ്സിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെലസ്റ്റിയൽ ബോഡി. ദ മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. അപ്പോൾ മൂൺ എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ എർത്തിൻ്റെ സാറ്റലൈറ്റ് ആണ്. The light of the sun that falls on the moon get reflected. അപ്പോൾ നേരത്തുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ ആൻസറായി. അപ്പോൾ അത് സ്വന്തമായി തിളങ്ങുകയാണോ? അല്ല, സൂര്യനിൽ നിന്ന് വീഴുന്ന വെളിച്ചം അതിൻ്റെ മേലെ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യാണ്. ഓക്കെ, ദിസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് മേക്സ് ദ മൂൺ ഗ്ലോ ആൻഡ് വി സീ ഇറ്റ് ആസ് എ ലൈറ്റ് ഓഫ് ദ മൂൺ. അപ്പോൾ അങ്ങനെ തട്ടി വരുന്ന ലൈറ്റാണ്, അല്ലാണ്ട് മൂണിന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ മൂണിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ട് കാണുന്നത്. വാട്ട് ആർ സം അതർ ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ? അപ്പോൾ ബാക്കി ഫീച്ചേഴ്സ് റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഫീച്ചേഴ്സിൽ ഒന്ന് അവർ തന്നിട്ടുണ്ട്, സ്ഫെറിക്കലാണ്. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്താൽ, അറ്റ്മോസ്ഫിയർ ഇല്ല, സെൽഫ് ലൂമിനസ് ഇല്ല, എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. വാട്ട് ഓൾ ലൂമിനസ് ഒബ്ജക്ട്സ് ആർ ദർ ഇൻ ദ സ്കൈ? സ്കൈയിൽ വേറെ എന്തൊക്കെ ലൂമിനസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ട്? ദ സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു എർത്ത്. അപ്പോൾ എർത്തിനോട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ ആണ് സണ്ണ്. ലൈക്ക് ദ സൺ ദർ ആർ ബില്യൻസ് ഓഫ് സ്റ്റാർസ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ ഈ സണ്ണിൻ്റെ പോലെ, സൂര്യൻ്റെ പോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിൽ എന്താ, ബില്യൻസ് ഓഫ് സ്റ്റാർസ് വേറെ ഉണ്ട്. മെനി സ്റ്റാർസ് ഹാവ് പ്ലാനറ്റ് ആൻഡ് ദെയർ സാറ്റലൈറ്റ്സ്. അപ്പോൾ കുറേ സ്റ്റാർസിന് എന്താ, പ്ലാനറ്റ്സും പിന്നെ അതിൻ്റേതായ സാറ്റലൈറ്റ്സും ഒക്കെ ഉണ്ട്. ഹൗ ഡു ഡിഫറൻഷിയേറ്റ് ദ സ്റ്റാർസ് ആൻഡ് അതർ സെലസ്റ്റിയൽ ബോഡി? അപ്പോൾ ഈ സ്റ്റാർസിനെയും ബാക്കിയുള്ള സെലസ്റ്റിയൽ ബോഡീസിനും നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് സെലസ്റ്റിയൽ ബോഡീസ്. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ തിളക്കൊക്കെ ഉള്ള സെൽഫ് ലൂമിനസ് ആയിട്ടുള്ള സെലസ്റ്റിയൽ ബോഡിയാണ് ആർക്ക്, സ്റ്റാറിന്. പക്ഷെ പ്ലാനറ്റിനും സാറ്റലൈറ്റിനും എന്താണ്, സെൽഫ് ലൂമിനസ് ഇല്ല. ദ ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ദീസ് ബോഡീസ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് ഇറ്റ് മേക്സ് ദം ഗ്ലോ. അപ്പോൾ അവ ഗ്ലോ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അവയുടെ മേത്ത് വീഴുന്ന ലൈറ്റാണ് അവർക്ക് ഗ്ലോ ഉണ്ടാക്കുന്നത്. വി പെർസീവ് ദം ആസ് ലൂമിനസ് ബിക്കോസ് ഓഫ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള റിഫ്ലക്ഷൻ വരുമ്പോഴാണ് നമ്മൾ അവർക്ക് ഗ്ലോ ഉണ്ട്, അതുപോലെ ലൂമിനസ് ആണെന്നൊക്കെ പറയുന്നത്. വൈൽ ഒബ്സർവിംഗ് ഇൻ ദ സ്കൈ വി സീ ദ സ്റ്റാർസ് ട്വിങ്ക്ലിംഗ് whereas the planets shine without twinkling. അപ്പോൾ എന്താണ്, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ ഈ സ്റ്റാർസൊക്കെ ട്വിങ്കിൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഷൈൻ ചെയ്ത് ട്വിങ്കിൾ ചെയ്യുന്നതും അതുപോലെ തന്നെ പ്ലാനറ്റ്സ് ട്വിങ്കിൾ ചെയ്യാണ്ട് ഷൈൻ ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് 2 വീഡിയോ അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ വരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.